വളരെ ചുരുക്കി പറയാം. അപ്പൊ പറയുന്നത് പുനരഭിജനനം പുനരഭിമരണം. നമ്മുടെ വിശ്വാസം അനുസരിച്ച് അടുത്ത പുനർജന്മം ഉണ്ടെന്നാണ് നമ്മളുടെ വിശ്വാസം, നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അത് മനുഷ്യനായിട്ട് ജനിക്കുകയോ പൂച്ചയായിട്ട് ജനിക്കുകയോ കുറുക്കനാണോ പിന്നെ കൊതുകാണോ പട്ടിയാണോ നമുക്കൊന്നും അറിയാൻ വയ്യ ഏതിലാ പോകുന്നത്. അപ്പോൾ ഇനി എന്താ പറയുക ബർത്ത്, അതായത് അടുത്ത ജന്മം ഉണ്ടാകണ്ട. പിന്നെ ഈ സംസാര സാഗരത്തെ മായയില് മൂടിക്കിടന്ന് അതിക്കിടന്നിട്ട് സങ്കടപ്പെടുവാണ്. ഈ പ്രാരബ്ധങ്ങളെല്ലാം സഹിക്കണം. വേദനകൾ വരും, അത് വരും, വീട്ടിലെ പ്രശ്നങ്ങൾ ഒന്നൊന്ന് അങ്ങനെ വിഷമങ്ങൾ വരും. അപ്പൊ അതിനായിട്ടാണ് നാമം ജപിച്ച് ഭഗവത് ഭക്തരായിട്ട് കഴിയുന്നതും ഭഗവത് പാദത്തിൽ ചേർന്ന് മുക്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ പിന്നെ ജന്മമില്ല. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു വരുന്നത്, ഞാൻ 2 ദിവസം മുൻപ് അമൃതാനന്ദമയി മാതാജി സുനിതാജി അവർ നല്ലതായിട്ട് പറഞ്ഞു തന്നു. ഒരു സഞ്ചിയാണ് അത്, ലേഡീസിന്റെ ശരീരത്തെ ഉള്ളൂ, അവരാണ് ജനനി, അവരാണ് അമ്മ. അപ്പൊ ഈ അമ്മയെ പറ്റിയാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ ജന്മത്തിലെ ഒരുക്കങ്ങളുണ്ട്. അപ്പൊ അവിടെ കല്യാണം കഴിഞ്ഞു, അവര് ഫാമിലിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ചുറ്റുപാടും കാണുന്ന നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണ സാധനത്തെ, ഈ സാധനം നമ്മളിപ്പോ മരിച്ചുപോയി കഴിഞ്ഞാലും അത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതിൽ പഞ്ചഭൂതങ്ങൾ വരുന്നുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ വരുന്നുണ്ട്, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ വരുന്നുണ്ട്, മനസ്സ് വരുന്നുണ്ട്, ചിത്തം വരുന്നുണ്ട്, ധാതൊക്കെ എല്ലാം കൂടെ 25 തത്വങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ മുഴുവൻ വർണ്ണിക്കുന്നില്ല. അപ്പോൾ ഈ സാധനത്തിൽ വരുന്ന ഒന്ന് നമ്മൾ ഭൂമി വരുന്നുണ്ട്, ജലം വരുന്നുണ്ട്, അഗ്നി, ആകാശം, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്, വായു. അപ്പോൾ അതിൽ നമ്മൾ ഈ മരിച്ചതിന് ശേഷം ആ ബോഡി ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ കത്തിച്ച് കളയെന്നാണ് പറയുന്നത്, ദഹിപ്പിക്കുക, ആ ഭാഷയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് ജലത്തിൻ്റെ അംശം ജലത്തിലേക്ക് പോയി, ഭൂമിയുടെ അംശം അതിലേക്ക് പോയി, വായു ആകാശത്തിലേക്ക് പോയി, പിന്നെ ഓരോന്നും അതാത് സ്ഥലത്തേക്ക് ചെന്ന് ചേർന്നു. അത് പിന്നെ ജനനമാവേണ്ട സമയത്തേക്ക് പിതൃലോകത്ത് പോയി നമ്മൾ ചാർത്ത കൂട്ടുന്നു. അത് അങ്ങനെ ഒരു വഴിക്ക് അത് പോകുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന ആ കപ്പിൾസ്, അതായത് ഭാര്യയും ഭർത്താവും, അതിലത്തെ ഒരെണ്ണം ഒരു രേതസ്സായിട്ട് പുരുഷ ബീജമായ സ്ത്രീ ബീജത്തിലെ ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കടുകുമണ്ണിയേക്കാളും ചെറിയൊരു സാധനമായിട്ടാണ് ആദ്യം അത് ഫോം ചെയ്യുന്നത്. അതിന് 5 ദിവസം ആകുമ്പം അതിനെ ബുർബുദം എന്നാണ് പറയുന്നത്. അത് സംസ്കൃതത്തിൽ പറയുന്ന ഒരു വാക്കാണ്. അത് അവിടെ ഫോം ആയി കഴിഞ്ഞാൽ തൊട്ട് ഷഷ്ടി ദേവിയാണത്രേ. ഷഷ്ടി ദേവി കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഷഷ്ടി വ്രതം എടുക്കാറുണ്ട്. കുട്ടികളുടെ വിഷമങ്ങൾക്കൊക്കെ വേണ്ടി ഷഷ്ടി വ്രതമാണ് അമ്മമാർ ചെയ്യാറുള്ളത്. അപ്പം തൊട്ടിട്ട് ഈ ഷഷ്ടി ദേവിയാണത്രേ ആ കുഞ്ഞിനെ പരിപാലിച്ച് സംരക്ഷിച്ച് വരുന്നത് അമ്മയുടെ ഗർഭത്തിൽ. അപ്പൊ എന്താ പറയുന്നത്, 1 മാസം കൊണ്ട് അതിന് ശിരസ്സുണ്ടാവും എന്ന് പറയുന്നു. 2 മാസം ആകുമ്പോഴോ കൈകാലുകൾ ഉണ്ടാവും അത്ര. പിന്നെ 3-ാം മാസത്തില് നഖങ്ങള്, രോമങ്ങള്, എല്ല്, തോള് എന്നിവയൊക്കെ ഉണ്ടാവും. 4-ാം മാസം ആകുമ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അതായത് സപ്തധാതുക്കൾ അവിടെ വരുവാണ്, ജീവൻ ഉണ്ടാകുവാണ്. അപ്പോൾ ആ ജീവൻ ഉണ്ടായി അതിനുശേഷം 5-ാം മാസമാകുമ്പോൾ ആ ഭ്രൂണം വളർന്നു വരുന്ന ആ പ്രായത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന് വിശപ്പ് തുടങ്ങും, ദാഹം തുടങ്ങും. അവിടെ മുതലേ ഷഷ്ടി ദേവി അമ്മയെ ഏൽപ്പിക്കുകയാണ്. പിന്നെ അമ്മയാണ് അവിടെ നോക്കേണ്ടത്. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ട്യൂബ് ഇട്ടിട്ട് ബോട്ടിലിൽ നിന്ന് ഇങ്ങനെ ശരീരത്തേക്ക് വേണ്ടിക്ക് ഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ അമ്മ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, അതിൻ്റെ സത്ത് അമ്മയുടെ ഒരു ട്യൂബ് ഇട്ടിട്ട് കുട്ടിയുടെ പൊക്കിൾ കൂടി, നമുക്കറിയാതെ കുട്ടി പ്രസവിച്ച് വരുമ്പോൾ കാണാം, ആ ട്യൂബ് കൂടിയാണ് ഈ കുട്ടിക്ക് ഈ പറയുന്ന സാധനങ്ങൾ, അതിൻ്റെ വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. പിന്നെ 6-ാം മാസമാകുമ്പോൾ നമ്മൾ മലയാള ഭാഷ പറഞ്ഞാൽ മറുകുട്ടി എന്നൊക്കെ പറയും, പ്ലസൻ്റ എന്ന് പറഞ്ഞ് ഒരാവരണം കൊണ്ട് വഴുവഴുപ്പുള്ള ഒരു കവചം പോലത്തെ ഒരു സാധനമാണ്. നമ്മൾ നാരായണ കവചം നമ്മളെ രക്ഷിക്കുന്നത്, അതുപോലെ ഈ കുട്ടിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് ഭാഗവതം 3ാം സ്കന്ധത്തിലെ അധ്യായം 31 വളരെ ഗംഭീരമായിട്ട് വിശദമായി വിവരിച്ചിട്ടുണ്ട്. അത് പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ 7-ാം മാസം കുട്ടിക്ക് ബോധം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഇനി അമ്മ സംരക്ഷിക്കുകയാണല്ലോ.
പിന്നെ 8, 9, 10 മാസങ്ങളില് കുട്ടിക്ക് അതെല്ലാം പുഷ്ടിപ്പെടുവാണ്. ശരീരഭാഗങ്ങളെല്ലാം ഉണ്ടായി, എല്ലാ കാര്യങ്ങളും വന്നു, അതിന് പുഷ്ടി പ്രാപിക്കുകയാണ്. അപ്പൊ ഈ ആദ്യം ഈ പ്രഗ്നന്റ് നമ്മൾ അറിയുമ്പോൾ ആ ബീജം സംഭരണം ചെയ്ത് കഴിഞ്ഞാല് ഒരു കണക്കിന് പറഞ്ഞാൽ പുറത്തുള്ളൊരു സാധനം, ഫോറിൻ ബോഡി എന്ന് പറയാം അതിനെ, അത് നമ്മുടെ ശരീരത്ത് വന്നിട്ട് അത് സെറ്റ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ വന്ന സാധനത്തിന് നമ്മളായിട്ട് താരതമ്യം ഭാവിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്കും അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ കഥയെ പറഞ്ഞ ഒരു പെൺകുട്ടി വേറൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വന്നു, നമ്മുടെ വീട്ടിൽ വന്നു. അവിടെയുള്ള ചിട്ടകളും രീതികളും ആ പെൺകുട്ടി വന്ന വീട്ടിൽ എത്ര നല്ല സംസ്കാരമുള്ള വീട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും അവരുടെ രീതികൾ കുറച്ച് വ്യത്യാസമായിരിക്കും, ഈ വന്ന വീട്ടിൽ കുറച്ച് രീതി വ്യത്യാസമായിരിക്കും. അപ്പൊ ആ വീട്ടിലെ അവളുടെ ഭർത്താവ്, അച്ഛൻ, ഇവിടുത്തെ അമ്മായിമ്മ, അച്ഛനും ഇവിടെ കുടുംബാംഗങ്ങള് അവരെ നല്ലതായിട്ട് സ്നേഹത്തോടു കൂടി ചെയ്താലേ, പരിചരിച്ചാലേ, അവരോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാലേ, അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ അവള് സ്വന്തം അച്ഛനമ്മയെ പോലും മറക്കും. എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലാൻ പറയുന്നത് എൻ്റെ ഏട്ടനെ ആരാ നോക്കുക, മറ്റേ ആരാ നോക്കുക, പിന്നെ കുട്ടികളുണ്ടായി പിന്നെ പറയും വേണ്ട. അപ്പൊ അത്ര ഇവർക്ക് ഈ വന്ന വീട് അവരുടെ ആയിത്തീരും. നേരെ മറിച്ച് ചില സീരിയലിലും അതും ഇതൊക്കെ ഓരോരുത്തർ വലിയ ഇൻട്രസ്റ്റ് സന്ധ്യ നേരത്ത്, ത്രിസന്ധ്യ നേരത്തൊക്കെ കാണുന്നുണ്ട്. അമ്മ പറഞ്ഞാണ് അത്രയും വിടുന്നത്. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞ് ഇങ്ങോട്ട് പോരെന്ന്. അങ്ങനെ എല്ലാ അമ്മമാരും ഉപദേശം കൊടുക്കേണ്ടത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. നമ്മൾ പറഞ്ഞില്ലേ പണ്ടത്തെ കാലത്ത് മാറ്റാൻ കുടുംബത്ത് പോകേണ്ടുന്ന, എന്താന്ന് വെച്ചാൽ അതൊരു സമൂഹ രീതിയാണത്. അപ്പം നമ്മൾ വേറെ കല്യാണത്തിന് പോകും. പിന്നെ ഈ നോർത്ത് സൈഡില്, ഉത്തരേന്ത്യ സൈഡില്, ഡൽഹി സൈഡില്, അവിടെ കുറേ UP സൈഡില്, അവിടെ നാട്ടിൻ പ്രദേശം, ആ വില്ലേജിലുള്ള, അതായത് ആ ഗ്രാമപ്രദേശത്തുള്ള ഒരു പെൺകുട്ടിയെ ആൺകുട്ടി കല്യാണം കഴിക്കാൻ പാടില്ല. അവരുടെ ചിട്ട അങ്ങനെയാണ്. അത് അവർ പറയുന്നത് ബായി ബഹൻ, അതായത് ആങ്ങള് പെങ്ങളെയാണെന്നാണ് പറയുന്നത്. അടുത്ത വില്ലേജിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന് അവർ കല്യാണം കഴിക്കുള്ളൂ. അവരങ്ങനെയാണ് അവർ കരുതുന്നത്. നമുക്ക് പിന്നെ അങ്ങനത്തെ ചിട്ടകളൊന്നുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി അവിടെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ നമ്മുടെ ശരീരത്തെ ഗർഭം ധരിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ആദ്യത്തെ ആണെങ്കിൽ അമ്മ